ശരി, മാനേജ്മെന്റ് വിദഗ്ധൻ ശ്രീ നിർമ്മൽ ഇബ്രാഹിമിലേക്കാണ്. ശ്രീ നിർമ്മൽ ഇബ്രാഹിം, ഇപ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ എന്താണ് ബിസിനസ് സമൂഹം പ്രതീക്ഷിക്കുന്നത്? ബിസിനസ് സമൂഹം പ്രത്യേകിച്ച് ഇവിടെ കുട്ടികളും ഒപ്പം സ്ത്രീ സംരംഭകരും ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രതീക്ഷയിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസാണ്. ഇപ്പോൾ കഴിഞ്ഞ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഡേറ്റ അനുസരിച്ച് പോലും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കേരളം മുൻപന്തിയിലാണ്. 29.9% ആണ്. പക്ഷേ നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ വെറും 10%. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നിരാശാജനമായ ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു നമ്മൾ കളിയാക്കി വിളിച്ചിരുന്ന കേരളം. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൻ്റെ കേസിൽ ഒന്നാമത് എത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാവുന്ന തരത്തിൽ 80കളിലും 90കളിലും ഒരുപാട് കമ്പനികൾ, ഗ്രാസിം ഇൻഡസ്ട്രീസും മധുര കോട്ട്സ്, പ്രീമിയർ കേബിൾസ്, ഇവരൊക്കെ വിട്ടുപോയ കഥകളുണ്ട്. 2006 നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള BMW ഇവിടെ വന്ന് സമരങ്ങൾ കണ്ട് പേടിച്ചോടിയ അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സിന്തൈറ്റ്, നമ്മുടെ മാഗി നൂഡിൽസൊക്കെ കിട്ടുന്ന മസാല ഉണ്ടാക്കുന്ന സിന്തൈറ്റ് കമ്പനി 2018 വിട്ടുപോകുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മുത്തൂറ്റ് വിട്ടുപോകുന്ന 2019 ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കിറ്റെക്സ് 2021 വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടുന്നൊക്കെ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെങ്കിൽ ഇതൊരു ടിപ്പിംഗ് പോയിൻറ്റാണ്. പല ഗവൺമെൻറ്റ്സും കാണിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടിപ്പിംഗ് പോയിന്റിലെത്തി ഓക്കെ 1ാം സ്ഥാനത്തെത്തി, നമുക്കിനി പറയാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ബിസിനസ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞാൽ ആരും കളിയാക്കില്ല എന്നൊരു സമീപനമാണെങ്കിൽ അവിടെ മുതൽ ഡൗൺഫോൾ ആയിരിക്കും. പക്ഷേ മറിച്ച് ഈ രണ്ട് ഇതുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള വലിയൊരു അവസരമാണ്. കാരണം കിറ്റെക്സ് പോയപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഏകദേശം 35,000-ഓളം ജോലികളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും കമ്പനികളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. നിലവിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ സ്ത്രീ സംരംഭകരുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയാം. സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അലാമിംഗ്ലി ലോ ആണ്, 47.1%. അതായത് ഇവിടെ ഇരിക്കുന്ന 2 കുട്ടികളിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ഒരു പെൺകുട്ടിയായിരിക്കും ജോലിയിലേക്ക് പ്രവേശിക്കുക. സോ ആ ഒരു അലാമിംഗ് റേറ്റിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ കവർ ചെയ്യണമെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ വളർച്ചയിൽ സന്തോഷിച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട്. ധനമന്ത്രി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നതാണ്. അല്ല, പുറത്തോട്ട് പൊക്കോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം കൊണ്ടുവരാൻ നോക്കുന്നൊരു കാര്യം ഇൻ്റർനാഷണൽ കൊളാബറേഷൻസും ഫോറിൻ യൂണിവേഴ്സിറ്റീസിനും കൊണ്ടുവരും. പക്ഷേ അതിൽ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു സ്റ്റഡി അബ്രോഡുമായിട്ട് നടത്തിയ സർവേയിൽ 82% കുട്ടികളും പറഞ്ഞെന്താണെന്നറിയോ, അവർ പുറത്തു പോകുന്നത് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനല്ല, ഫ്രീഡം ഓഫ് ലിവിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കോസ്റ്റ് ഓഫ് ലിവിങ്, ഏർണിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ മുൻപന്തിയിൽ. അപ്പോൾ അവർക്ക് ആർക്ക് ഇവിടെ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നാൽ നിൽക്കുന്നത് 5-ൽ ഒരാളായിരിക്കും. സോ അതുകൊണ്ട് അതിന് വലിയൊരു വ്യത്യാസം ഉണ്ടാവും തോന്നില്ല. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറയ്ക്കാൻ ഒരു പക്ഷേ ഊന്നൽ നൽകിക്കൊണ്ട്, അതായത് ഈസ് ഓഫ് ഡൂയിങ് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ ഊന്നൽ നൽകിക്കൊണ്ട് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും കുട്ടികൾക്കും സംരംഭകർക്കും ഈക്വലി. തീർച്ചയായും. ക്യുസാറ്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് കുമാർ, ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യമാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭക ആകാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നു. അവിടെയാണ് കുറച്ചുകൂടി സാധ്യത എന്ന് കണ്ട് പുറത്തേക്ക് പോകുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് മന്ത്രി പറയുന്നുണ്ട്. എത്രത്തോളം സാധ്യമാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്? പ്രധാനമായിട്ടും ഈ കുട്ടികൾ പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടും അതിനുശേഷം ജോലിക്കുമൊക്കെ ആയിട്ട് പോകുന്നു എന്ന് പറയുന്നതിന് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് അവസരങ്ങളുണ്ടായാലും ആ അവസരങ്ങൾ മുതലെടുക്കാൻ എവിടെ നിന്നുള്ള കുട്ടികൾക്കായാലും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതുവഴി നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ കുറിച്ച് സംസാരിച്ചു. നാഷണൽ ആവറേജിനേക്കാളും വളരെ 3 times കൂടുതലാണ് നമ്മുടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന, എംപ്ലോയ്മെൻറ്റ് മനസ്സിലാഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ എത്ര ശതമാനം അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. വിമൻ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ 2 പേരെടുക്കുമ്പോൾ ഒരാൾ അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു റേഷ്യോ വരാനുള്ള കാരണം എന്താണെന്നുള്ളത്, നമുക്ക് അവസരങ്ങളില്ലാത്തത് കൊണ്ടാണോ അതോ ഈ പറഞ്ഞ രീതിയിൽ അവസരങ്ങൾ പല രീതിയിൽ, ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് YIP എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്ത് ആ ഐഡിയയെ കൊണ്ടുവന്ന് അവസാനം കമേർഷ്യലൈസ് ചെയ്യത്തക്ക രീതിയിൽ സ്കൂൾ തലത്തിൽ തന്നെ YIP, സ്ട്രീം, ലീപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഉള്ള അവസരങ്ങളെ പല രീതിയിൽ
രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ മിസ്റ്റർ ജയസൂര്യൻ പറയുകയുണ്ടായി, നമ്മുടെ ഇവിടെ നിന്ന് ഈ SSC എക്സാമിനേഷന്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന പോസിബിലിറ്റീസാണ്. ഞാൻ പറയുന്നത് ഫോറിൻ എക്സ്പോഷർ എടുക്കുകയും വേണം. നമ്മുടെ ഇവിടെ അവസരങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഞാൻ പറയുന്നത് ഒരുപാട് സ്കീമുകൾ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്ടറിലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പും ഒക്കെ ചേർന്നിട്ട് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ IT at സ്കൂൾ എന്ന് പറയുന്നൊരു പദ്ധതി, ഇതെല്ലാം തന്നെയും ഈ പറയുന്നത് പോലുള്ള കുട്ടികളെ കൂടുതൽ ഈ സയൻസിൽ പ്രാമുഖ്യം കൊടുക്കാനും സയൻസ് നോളജ് വർദ്ധിപ്പിക്കാനും അതുവഴി ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിക്കാനും മാനേജ്മെൻറ്റ് തലത്തിലും മറ്റ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലും ഒക്കെ കുട്ടികളുടെ പ്രാഗൽഭ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഭാവിയിൽ തീർച്ചയായിട്ടും വലിയ എംപ്ലോയ്മെൻറ്റിന് വഴിവെക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഈ ഒരു ഫോറിൻ ഭ്രമം നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പം തന്നെ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടതാണ്, US നിന്ന് ആളുകൾ അനധികൃത കുടിയേറ്റക്കാരെ നമ്മൾ കൊണ്ടുവന്ന രീതികളൊക്കെ കണ്ടതാണ്. ഞാൻ UK ഒരു 2023 ഏതാണ്ട് ഒരു 15 ദിവസത്തോളം ഞാൻ പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ, എൻ്റെ പ്രൈവറ്റ് വിസിറ്റാണ്. ആ വിസിറ്റിലൊക്കെ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ കേരളത്തിൽ നിന്നുള്ള അവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കേരളത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ് അല്ല ഈ കുട്ടികൾക്ക് കേരളം വിട്ടു കഴിഞ്ഞാൽ. അവർ അവിടെ എന്ത് ജോലിയും ചെയ്യാൻ, എല്ലാ ജോലിക്കും, ഞാൻ ഉദ്ദേശിച്ച എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെന്റ് വെൻ ദേ ആർ മൊത്തത്തിൽ ധനമന്ത്രി അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുമെന്നുള്ള സൂചനകളൊക്കെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാൻ വനിതാ സംരംഭകരിലേക്ക് പോവുകയാണ്. ഐശ്വര്യ ചന്ദ്രനും അശ്വതി മാന്നാലി ദേവസി. അശ്വതി, ഇപ്പോൾ എത്രത്തോളം വിമൻ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ബിസിനസ് മേഖല? ഇപ്പോൾ ഈ ബജറ്റിൽ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു വനിത എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, അത് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടോ? അത്രയും പറയാനുള്ള ഐ ഡോണ്ട് തിങ്ക് അത്രയും പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് ദേ ഹാവ് ട്രൈഡ്. ഐ ഷുഡൻറ്റ് ലൈക്ക് ഇപ്പോൾ can you look at the pros, can you look at the cons? അതുണ്ട്. പക്ഷേ they are trying their maximum എന്നാണ് എനിക്ക് പറയാനുള്ളത്. like just now sir said, schemes, are you aware of the schemes? എല്ലാവർക്കും പുറത്ത് പോകണം. everybody is comparing with things that is outside. പക്ഷേ ഇവിടെ എന്തുണ്ട് നമ്മൾ ആദ്യം ടാപ്പ് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്യാതെ നമുക്ക് എപ്പോഴും നമുക്ക് കുറ്റം പറയാം. പക്ഷേ ഐ തിങ്ക് ദ ഗവൺമെൻറ് ഹാസ് റിയലി ഡൺ എ ഗുഡ് ജോബ് ആൻഡ് ഇറ്റ്സ് ഇംപ്രൂവിങ് with every budget scheme that they have presented. So I'm kind of happy. എനിക്ക് ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാനൊരു ചെറിയൊരു ബുട്ടീക്ക് നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ എംപ്ലോയ് ചെയ്യുന്ന എല്ലാം പുറത്തെ ആൾക്കാരാണ്. അത് ഇവിടുത്തെ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്കിൽ ഡെവലപ്പ്, ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഇപ്പം സ്കില്ല് പഠിക്കുന്ന ആളുടെ മക്കൾ ആ സ്കില്ലല്ല പഠിക്കുന്നത്, അവർ എന്തെങ്കിലും മാനേജ്മെൻറ്റോ. പക്ഷേ സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഏതൊരു നല്ലൊരു പുതിയ ബിസിനസ് വളരണമെങ്കിലും നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം നമ്മുടെ അടിയിൽ വർക്ക് ചെയ്യാനായിട്ട്. സോ ഐ ഫീൽ അതിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ വളരെ നമുക്കുണ്ട്. കുറേ സ്കിൽ ഡെവലപ്മെൻറ്റ്, കുറേ ടൈലറിംഗ് പഠിപ്പിക്കുന്ന യൂണിറ്റ്സ് ഉണ്ട്, കുറേ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ കോമ്പറ്റിറ്റീവ് അല്ല നമ്മുടെ പിള്ളേർ. ഇപ്പോൾ പുറത്തെ ആൾക്കാരുടെ ഇത് വെച്ച് നോക്കുമ്പം ഐ ഫീൽ കുറച്ചും കൂടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.